നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. റഷ്യയുടെ കിഴക്കൻ പ്രവിശ്യയായ കംചത്ക ഉപദ്വീപിലാണ് ഭൂചലനം ഉണ്ടായത്. പ്രാദേശിക സമയം വെള്ളിയാഴ്ച രാവിലെയാണ്, അതായത് ഇന്ന് രാവിലെയാണ് ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്. കംചത്കയുടെ തലസ്ഥാനമായ പെട്രോപവ്ലോവ്സ്ക് കംചത്കയിൽ നിന്ന് 128 കിലോമീറ്റർ അകലെയാണ്. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂചലനത്തിന് പിന്നാലെ 6 തവണ തുടർ ചലനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഇല്ല. എങ്കിലും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതായി അധികൃതർ അറിയിച്ചു. 2 അടി ഉയരത്തോളമുള്ള സുനാമി തിരകൾ രൂപപ്പെട്ടേക്കാമെന്നാണ് മുന്നറിയിപ്പ്. തുടർച്ചയായി ഭൂചലനങ്ങൾ നടക്കുന്ന പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന മേഖലയിലാണ് കംചത്ക സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മുമ്പും വലിയ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ റിക്ടർ സ്കെയിലിൽ 8.8 രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ സുനാമിയിൽ തീരദേശ ഗ്രാമം കടലെടുത്തിരുന്നു. സമീപ പ്രദേശങ്ങളിൽ ഉയർന്ന തോതിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 1000 കിലോമീറ്റർ താഴെ കിഴക്കൻ റഷ്യ, അലാസ്ക, ഹവായ് എന്നിവിടങ്ങളിലെ ഏതാനും ഭാഗങ്ങളിൽ സാധാരണ നിരപ്പിൽ നിന്ന് 3 മീറ്റർ വരെ ഉയർന്ന സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഗവർണർ ടെലഗ്രാമിലൂടെ പറയുന്നു. എല്ലാവരോടും ശാന്തത പാലിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ജാഗ്രത പാലിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് കെട്ടിടങ്ങളും വീടുകളും കുലുങ്ങി. ആളുകൾ വീടുകൾക്ക് പുറത്തേക്കും തെരുവുകളിലേക്കും ഇറങ്ങിയോടി. ഭൂചലനത്തെ തുടർന്ന് വീടുകളിൽ ഫർണിച്ചറുകളും ലൈറ്റുകളും കുലുങ്ങുന്ന ദൃശ്യങ്ങൾ റഷ്യൻ സോഷ്യൽ മീഡിയകളിൽ വൈറലായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ തെരുവുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാർ കുലുങ്ങുന്നതായി കാണുന്നുണ്ട്. പെട്രോപവ്ലോവ്സ്ക് കാംചാറ്റ്സ്ക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ചെക്ക് ഇൻ കൗണ്ടറുകളും ടെലിവിഷൻ സ്ക്രീനുകളും ഭൂചലനത്തിൽ കുലുങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പസഫിക് സമുദ്രത്തിന്റെ ഭൂരിഭാഗവും ചുറ്റപ്പെട്ട റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ഒരു ടെക്ടോണിക് ബെൽറ്റിലാണ് കാംചത്ക ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശം ഭൂചലനങ്ങളുടെ ഒരു ഹോട്ട്സ്പോട്ടാണ്. ജൂലൈയിൽ പ്രദേശത്തുണ്ടായ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം സുനാമിക്ക് കാരണമായി.